നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പല ആളുകളും ചില നെഗറ്റീവായിട്ടുള്ള വ്യക്തികളുടെ കടന്നുവരവ് മൂലം അല്ലെങ്കിൽ അവരുടെ മോശം സമീപനങ്ങൾ മൂലം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. സമാധാനപരമായിട്ടുള്ള കുഴപ്പമില്ലാത്ത ഒരു ജീവിതമായിരുന്നു നിങ്ങൾ മുന്നോട്ട് നയിച്ചിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ആദ്യമൊക്കെ വളരെ സ്നേഹത്തോടെ നിങ്ങളോടൊപ്പം നിൽക്കുകയും പിന്നീട് പതിയെ നിങ്ങളുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതായത് അവർ നിങ്ങളുടെ ശത്രുവായിട്ട് മാറി എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും നിങ്ങളുടെ ജോലിയിലായാലും നിങ്ങളുടെ ബിസിനസ്സിലായാലും അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലായാലും ഒക്കെ നിങ്ങൾക്കൊരു ഉയർച്ച പുരോഗതി ഒന്നും വന്നു ചേരരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നു ചേരുന്ന സന്തോഷങ്ങൾ എങ്ങനെ ഇല്ലാതാക്കാം, നിങ്ങളുടെ സന്തോഷത്തെ എങ്ങനെ കണ്ണീരാക്കി മാറ്റാമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോഴും അത്തരം ആളുകൾ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ ഉദ്ദേശങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ചൊക്കെ എങ്ങനെയെങ്കിലും നിങ്ങളോട് അടുപ്പമുള്ളവരോടൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇപ്പോഴും അവർ അവരുടെ ദുഷ്പ്രവർത്തികൾ നിങ്ങൾക്കെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല, പ്രാർത്ഥിക്കുക. നിങ്ങൾ എത്രത്തോളം നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ പ്രാർത്ഥിക്കുന്നുവോ അത്രത്തോളം ദൈവിക സംരക്ഷണം നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഇവിടെ ചില നഷ്ടങ്ങൾ നിങ്ങളിൽ പലരുടെയും മാനസികാവസ്ഥയെ തന്നെ വളരെ മോശമായിട്ട് ബാധിച്ചിരിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെ വരുത്തി വെച്ചതോ അല്ലെങ്കിൽ മറ്റുള്ളവർ വരുത്തി വെച്ചതോ ആയിട്ടുള്ള ചില നഷ്ടങ്ങൾ പലർക്കും ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലോ അവസരങ്ങൾ നഷ്ടപ്പെട്ടതിലോ സാമ്പത്തികം, വീട്, ജോലി അങ്ങനെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട പലതും നഷ്ടമായതിൽ വളരെ വലിയൊരു മാനസിക വിഷമം ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും നേരിടുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ചില സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട്. നിങ്ങൾക്കിപ്പോഴുള്ള ആ ഒരു മാനസികാവസ്ഥ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് ഏത് വഴിയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം പലർക്കും ലഭിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതൊരു പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തി തന്നെയായിരിക്കാം ആ ഒരു സഹായം നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നത്. പല വ്യക്തികളുടെ രൂപത്തിലും പല സാഹചര്യങ്ങളുടെ രൂപത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പല വിധത്തിലുള്ള മാർഗങ്ങൾ തുറന്ന് നൽകുന്നതിലൂടെയൊക്കെ ആ ഒരു ശക്തി നിങ്ങൾക്ക് സഹായം എത്തിച്ച് നൽകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയവ തന്നെ വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് നേടാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം. എന്തായാലും ഇവിടെ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ വന്ന് ചേർന്നിരിക്കുന്ന നഷ്ടങ്ങളിൽ ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടേണ്ടതില്ല എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പല ആളുകൾക്ക് ചുറ്റിലും പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവാം. എന്നാൽ അതിനെയൊക്കെ നേരിടാനുള്ള ആ ഒരു ശക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഏതൊരു കാര്യത്തെയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം, ധൈര്യം ഇവയൊക്കെ നിങ്ങളിൽ ഈ ഒരു സമയം ഉണ്ടാവുന്നുണ്ട്. കൂടാതെ ഇവിടെ ഒന്നിൽ കൂടുതൽ സന്തോഷ വാർത്തകൾ നിങ്ങളെ തേടി വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതും അപ്രതീക്ഷിതമായിട്ടുമുള്ള സന്തോഷ വാർത്തകൾ ഈ ഒരു സമയം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങളിലെ കഴിവുകൾ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുന്നതിലൂടെയൊക്കെ മറ്റുള്ളവരുടെ ഒരു ശ്രദ്ധ ഈ ഒരു സമയം നിങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു എനർജി കാണുന്നുണ്ട്.
കൂടാതെ വളരെയധികം പ്രതീക്ഷ നിറഞ്ഞ, പ്രകാശം നിറഞ്ഞ ഒരു സമയം നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പലരും എത്തിച്ചേരുന്നുണ്ട്. ഈ സമയം ദൈവാനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം വർദ്ധിച്ചു വരുമ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ വ്യക്തികൾ, സാഹചര്യങ്ങൾ, അതേപോലെ തന്നെ നിങ്ങളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളിലൊക്കെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. പലരും ഇപ്പോൾ വളരെയധികം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഒരു പക്ഷേ മുമ്പ് മറ്റ് വ്യക്തികളുടെ നിയന്ത്രണത്തിൽ ആയിരുന്നു നിങ്ങൾ ജീവിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം വന്ന് ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചിട്ടുള്ള, അവരുടെ ആവശ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു ആളായിരിക്കാം. അതിനാൽ തന്നെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാനായിട്ട് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം ബുദ്ധിമുട്ടുകൾ മാറി അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ ഭാഗ്യം നിങ്ങളുടെ വഴിക്ക് വന്ന് ചേരുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളിൽ പല ആളുകളും ഒരു വീട് വാങ്ങുന്ന, പലരും കുടുംബവുമായിട്ട് യാത്രകൾ പോകുന്ന, പലർക്കും കുട്ടികൾ ഉണ്ടാകുന്നൊക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു ഭാഗ്യം എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. കൂടാതെ ഇവിടെ തൊഴിൽപരമായിട്ടുള്ള ധാരാളം നേട്ടങ്ങൾ നിങ്ങളിൽ പലർക്കും വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.